ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു വെനസ്ഡേ മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്ടർ ഫിൽറ്റർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ വെള്ളം തിളപ്പിച്ചാണ് എടുക്കുന്നത്. അതിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളയപ്പവും കുറുമയാണ് കേട്ടോ, വെജിറ്റബിൾ കുറുമയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, ഒരു 2-3 ബീൻസ്, പിന്നെ ഒരു വലിയ ക്യാരറ്റ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് നട്ട്സ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇടണമെന്ന് വിചാരിച്ചാണ് മറന്നുപോയി. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. തേങ്ങയിലേക്ക് ഇട്ട് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചുവന്ന മുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ സവാള പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. വെള്ളം നമ്മൾ വെജിറ്റബിൾ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒറ്റ വിസിൽ മതി. ഇനി നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്ത് പോകരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ മോൾക്ക് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ മോരുകറി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ബീൻസ് മെഴുക്ക് പുരട്ടുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ മിക്കപ്പോഴും ഫ്രൈ ചെയ്ത് കൊടുക്കും. അത് മക്കൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ ഞാൻ കുമ്പളങ്ങയും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, പച്ചമുളക്, ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറുമ വേവിക്കാൻ വെച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പും അതായത് നട്ട്സും തേങ്ങയും കൂടി ഇട്ട് അരച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മല്ലിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചിരുന്നതാണ്, അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ സമയത്ത് ചേർത്താൽ മതി. ഇനി ഗ്രീൻ പീസ് വേവിക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്രീൻ പീസ് ചേർത്ത് വേവിക്കണം കേട്ടോ. ഇനി നമുക്ക് ബീൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ.
ഇനിയിപ്പോൾ മോൾക്ക് പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു ചായ കൂടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയിലേക്ക് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തൈര് കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. തൈര് കൂടെ ചേർത്ത് അടിക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് താളിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. അതിന് ശേഷം നമുക്ക് പൊട്ടറ്റോയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഒന്ന് വെള്ളമൊഴിച്ച് വേവിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ മോള് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ്റെ ഇടയ്ക്ക് എനിക്ക് പാത്രം കഴുകാനായിട്ട് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് സ്റ്റൗക്ക് ഇരിക്കുന്ന ഭിത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറികളും കാര്യങ്ങളൊക്കെ തെറിക്കുകയോ താളിക്കുന്ന സമയത്തൊക്കെ അന്ന് തന്നെ ക്ലീൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യമൊന്നും വരില്ല. അല്ലെങ്കിൽ പിന്നെ അത് ഉണങ്ങിപ്പിടിച്ച് പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാവും. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുമ്പളങ്ങ ബീൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കാൻ മുട്ടുണ്ടോ ആ ചെറിയ ടിന്നിലേക്ക് ഇട്ട് വെക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാണ്. പിന്നെ ബാക്കിയുള്ളത് വേറെ ടിന്നിലാക്കിയിട്ട് അതും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിപ്പോൾ ഒരു 2 കിലോ ക്യാരറ്റ് ഉണ്ട് കേട്ടോ. അതൊന്ന് പുഴുങ്ങിയതിന് ശേഷം ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ജ്യൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്പം മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഒരു 3 വിസിലാണ് ഞാനത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അരി ഒന്ന് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് വറുത്ത് ഒന്ന് തേങ്ങ ശർക്കരയൊക്കെ ഇട്ടിട്ട് പൊടിച്ച് വെക്കൂലേ, അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അരി ഇങ്ങനെ കുറച്ച് പൊട്ടി വരും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ച് ഇട്ടിട്ട് ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് നട്ട്സ് ബദാമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അവലും ഇതുപോലെ വറുത്തിട്ട് പൊടിച്ച് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി അരി മാത്രം പൊടിച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടൻ ചായ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് വൈകുന്നേരമൊക്കെ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി, ഒരു 3-4 ഏലക്കയും കൂടി തൊണ്ട് കളഞ്ഞിട്ട് എൻ്റെ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങയും കൂടി ഇട്ടപ്പോഴത്തേക്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയിലേക്കാണ് പിന്നെ ശർക്കര ഇട്ടിട്ട് അടിച്ചെടുത്തത്. അപ്പോൾ ശർക്കര പൊടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നട്ട്സും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് അടിച്ചിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഇനി ഇതുപോലെ നമുക്ക് ബോളാക്കിയിട്ട് ഒരു ടിന്നിലാക്കി വെക്കാം. അപ്പോൾ എല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 23 ബോളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് 250 2 കപ്പ് അരി മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 23 ബോൾ കിട്ടിയിട്ടുണ്ട്. ജാറിലാക്കിയിട്ട് വെക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാരറ്റ് വേവിക്കാൻ വെച്ചതും കൂടി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. ഞാൻ അതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഈത്തപ്പഴം നട്ട്സൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈത്തപ്പഴം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും വാനില എസൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. വാനില എസൻസും കൂടി ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇതുപോലെ നമ്മൾ ക്യാരറ്റ് കിട്ടുന്ന സമയത്ത്, സീസണിൻ്റെ സമയത്തൊക്കെ അധികം മേടിച്ചിട്ട് ഇതുപോലെ ഉപയോഗിച്ച് വെച്ചാൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഇനിയിപ്പോൾ ഞാനത് ബാക്കിയുള്ള ക്യാരറ്റേക്ക് ടിന്നിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ചുകൂടി ചൂടാറാനുണ്ട് കേട്ടോ. അതിന് ശേഷം വേണം ഇനിയിപ്പോൾ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.